നിങ്ങളൊരു സാംസങ് യൂസറാണോ എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഈ മസിലെടുത്താൽ കുറയ്ക്കാം. നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി ഫ്ലോസ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വക വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫോണുകളൊക്കെ കുറച്ച് വളറബിൾ ആണ്. സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഓറിയൻറ്റഡ് ഫോൺസ് ആയിട്ടുള്ള S23 സീരീസിനകത്തൊക്കെ വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ചൈനീസ് ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സാഡ്ലി സെക്യൂരിറ്റിയുടെ അമിതം എന്ന് പറയപ്പെടുന്ന ആപ്പിൾ, സാംസങ് പോലുള്ള കമ്പനിയുടെ വായിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാളാണ് സാംസങ്. അതെ, സാംസങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ചൈനീസ് ഫോൺസിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ എവിടെയോ ഏതോ പണ്ഡിതൻ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വെൻ യു ബൈ എ ചൈനീസ് ഫോൺ യു ആക്ച്വലി ഫോർഗെറ്റ് പ്രൈവസി. അതെ, എന്ത് ചെയ്യാൻ പറ്റും. എനിവേ, നമ്മൾ ഈ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് വരുന്നത് എന്താണ് ഈ സെക്യൂരിറ്റി ഇഷ്യൂ, എങ്ങനെ ഇത് പരിഹരിക്കാമെന്നുള്ളത്. ഓൾറെഡി ചിലപ്പോൾ പരിഹാരത്തിനുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഈ ഒരു ഇഷ്യൂ എന്താണ്, ഇതിൻ്റെ ഒരു കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ കൂടുതൽ സൊല്യൂഷൻ ഒന്നുമില്ല. കാരണം ഓൾറെഡി ഈ ഒരു സെക്യൂരിറ്റി ഫ്ലോ പറയുന്നത് തന്നെ അവർ അതിന് വേണ്ട പരിഹാരം ചെയ്യാറുണ്ട്. അത് ഒരു രീതി നല്ലതാണ്, ഡെഫിഷ്യൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. താല്പര്യങ്ങൾക്ക് എന്തായാലും കണ്ടു നോക്കാം. പിന്നെ ആദ്യമേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കേണ്ടതാണ് കേട്ടോ. 50,000-ലെത്താൻ ഇനി നമുക്ക് 800 ഫാമിലി മെമ്പേഴ്സ് കൂടെ മതി. അതെ, 800 പേരോട് ഉണ്ടെങ്കിൽ നമുക്ക് വി വിൽ റീച്ച് ദെയർ. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ തുടങ്ങിയേക്കാം. പിന്നെ പലരുടെ ഒരു വിചാരമുണ്ട്, ഞാൻ എവിടെ നോക്കി സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. അവിടെ ഒരു തേങ്ങയില്ല. ഞാനൊരു വൈബിന് അങ്ങോട്ട് നോക്കുന്നേ ഉള്ളൂ. ഐ കോൺടാക്ട് ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ തുടങ്ങിയേക്കാം. സാംസങ് ഫോൺസുകളിൽ ഒരു കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ഉദാഹരണമായിട്ട് കുറേ ആൾക്കാരുടെ ഫോണുകളിൽ തന്നെ ഫോട്ടോസ് ഡിലീറ്റ് ആകുകയും കൂടാതെ അവരുടെ ബയോമെട്രിക് ഫേസ് ഐ ഡി, എസ്പെഷ്യലി ഫേസ് ഐ ഡി ഒക്കെ കുറച്ച് പ്രശ്നത്തിൽ വരികയൊക്കെ ചെയ്തു. പിന്നെ ചില ആപ്ലിക്കേഷനകത്ത് നിന്ന് ഡേറ്റ ലീക്കേജും ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ ഇതിന് കൺസേൺഡ് അതോറിറ്റീസ് എല്ലാം കൂടെ വളരെ കാര്യമായിട്ടുള്ള ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് നടത്തിയതിലൂടെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് ഈ സാംസങ് ഫോണുകളിലെ ഇന്ന ഭാഗത്തായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സിം പിന്നിനകത്തുള്ള സെക്യൂരിറ്റി ഇഷ്യൂ. അതായത് സിമ്മിൻ്റെ പിന്നിൻ്റെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അത് വേണമെങ്കിൽ ഹാക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൂപ്പ് ഹോൾ വന്നിരിക്കുകയാണ്. രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട, അതായത് സാംസങ്ങിന് ചങ്ക് എന്ന് പറയുന്ന ചങ്കല്ല, ഈ ചങ്ക് എന്ന് പറയുന്ന നമ്മുടെ എന്തായിരുന്നു, നോക്സ് സെക്യൂരിറ്റി. അതെ, സോ കോൾഡ് സെക്യൂരിറ്റി ലെവൽ. സാംസങ് നോക്സ് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വന്നിരിക്കുകയാണ്. അതാണ് പറയപ്പെടുന്നത്. അതായത് സാംസങ് നോക്സ് കോംപ്രമൈസ് ആകുന്ന രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ഫ്ലോ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നെന്നുള്ള വലിയൊരു ചോദ്യം. മെയിൻലി പിന്നെ ആക്സസ് കൺട്രോളുകൾ, അതായത് ആക്സസ് കൺട്രോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളൊരു യൂസറാണ്, നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഫോണിനെ കൺസേൺഡ് അതോറിറ്റിക്കും അതിൻ്റെ ആക്സസ് ഉണ്ട്. ബാക്കി ആർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ആക്സസ് കൺട്രോളിൽ സെക്യൂരിറ്റി ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കയറാം. അവിടെ വന്നിട്ടുണ്ട്. ഇനി അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് AR ഇമോജി. അപ്പോൾ AR ഇമോജിക്കകത്ത് ഡേറ്റ ലീക്കേജ്, അതായത് AR ഇമോജി ആപ്ലിക്കേഷനകത്ത് നിന്ന് ഡേറ്റ ലീക്കേജ് ഉണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ AR ഇമോജി ആപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ ആപ്പുകളിനകത്ത് നിന്നൊക്കെ ഡേറ്റ ലീക്ക് ചെയ്ത് പോകാനുള്ള കുറേ വൾണറബിലിറ്റീസ് കണ്ടെത്തി എന്നുള്ളതാണ് സെക്യൂരിറ്റി ഇഷ്യൂ. അപ്പോൾ ഈ പറഞ്ഞ മെയിൻ സാധനമൊക്കെയാണ് സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള സാംസങ് നോക്സ് കോംപ്രമൈസ് ആകുന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇനി വേറെ കാര്യം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെയൊക്കെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഈസ് കോംപ്രമൈസ്ഡ് ആണ്. പിന്നെ ഇത് പേരിന് പറയുന്നതാണ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് ആലോചിച്ചത്, ഗൂഗിളിലെ ഓൾറെഡി ഈ ലോകത്ത് ഗൂഗിൾ അക്കൗണ്ട് ഉള്ള എല്ലാവരുടെയും ഗൂഗിളിൻ്റെ ഡേറ്റ ഉണ്ട്. ചൈനീസ് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഉപയോഗിക്കുന്നവർ പൊതുവെ സെക്യൂരിറ്റി അങ്ങ് മറന്നു കളഞ്ഞിട്ടാണ് മേടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ചിന്തിക്കാവുന്നേ ഉള്ളൂ അവരുടെയും ഡേറ്റ. പ്രൈവസി എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പ്രൈവസി എന്ന് പറഞ്ഞ വാക്ക്, ആ ഒരു വാക്ക് എന്ന് പറയുന്നതിന് അതിന് മീനിങ് ഉണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ് ഈ 2023. അതൊരു കാര്യം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം അതിനകത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന സെക്യൂരിറ്റി പ്രൈവസി ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ്. അല്ല സെക്യൂരിറ്റി യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ക്രിസ്റ്റഫർ നോളന്റെ മൂവിയായി പോകുന്ന എനിക്കറിയാം. അതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പേര് തരികയാണ്. അതായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം അല്ല. എനിവേ, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ സന്തോഷം. അതെ, എൻ്റെ ഡേറ്റ പോകാതിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സാംസങ് ഫോണുകളുള്ളതുകൊണ്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള, അതായത് പുറത്തുനിന്നുള്ള ഒരുത്തരും നമ്മുടെ ഫോണിൽ കയറി പണിയാം എന്നുള്ള ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതിന് ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞപ്പോൾ തന്നെ അവർ കുറേ ഫോണുകൾ OT അപ്ഡേറ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. അതായത് ഈ സെക്യൂരിറ്റി ഇഷ്യൂസിനെ പരിഹരിക്കുന്ന രീതിയിലുള്ള OT അപ്ഡേറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ് ആയി കഴിഞ്ഞു ഓൾറെഡി. ഇനി
അഥവാ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. കണ്ട സൈറ്റിലൊന്നും കയറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആവശ്യമില്ലാത്ത APK ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പാട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ എക്സ്റ്റേണലായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആയിരിക്കും. ഇപ്പം ഈ ഒരു പാട്ടിന് ഒരു പേര് പാടല്ലോ, Sarigama.mp3. ഓക്കെ, അപ്പോൾ ഈ Sarigama.mp3 ഡൗൺലോഡ് 320 kbps എന്നൊക്കെ നമ്മൾ ഗൂഗിൾ അടിക്കും. നമ്മളൊരു സൈറ്റിൽ ചെല്ലുന്നു, നമ്മൾ ഡൗൺലോഡ് അടിക്കുമ്പോൾ Sarigama.mp3ക്ക് വരും Sarigama.mp3.apk എന്ന് പറഞ്ഞ ഒരു ഫയൽ കയറും. അപ്പോൾ ഡാമേജ് അല്ല, ക്രിട്ടിക്കൽ അല്ല, ഹാം ഫയൽ എന്നൊക്കെ എഴുതി വരും. നമ്മളത് ഓക്കെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പാട്ടാന്ന് പറഞ്ഞ് ഈ പറഞ്ഞ APK ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. ചിലരത് ക്യാൻസൽ ചെയ്യും, ചിലരത് ഇൻസ്റ്റാൾ ചെയ്യും. അവിടെയാണ് ആദ്യത്തെ ഫ്ലോ. അതിപ്പോൾ ഏത് ഫോണിലായിക്കോട്ടെ, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് പറക്കും. സെക്യൂരിറ്റി അല്ല, പ്രൈവസി പറന്നു. കാരണം അവന് ഡേറ്റ കിട്ടി. ഇത്ര ഉള്ള സംഭവം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിന് സെയിം പേരുള്ള ഒരു APK ഇൻസ്റ്റാൾ ആകാം. ഇനിയിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഒരു ആപ്ലിക്കേഷൻ്റെ മോഡ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിൻ്റെ mod.apk എന്ന് വെക്കുക. അപ്പം അല്ലെങ്കിൽ Facebook app.apk എന്ന് വെക്കുക. പക്ഷെ കയറുന്ന ഫേസ്ബുക്കിന് ഒരു ഐക്കൺ ഒന്നും കാണത്തില്ലേ. സാധാരണ FBക്ക് ഒരു ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നം ഒന്നും ഇല്ലാത്തൊരു ആൻഡ്രോയിഡിൻ്റെ ഒരു ചിഹ്നമുള്ള, അതായത് കൊമ്പും മറ്റേ കണ്ണൊക്കെ ഉള്ള ഒരു ചിഹ്നമുള്ള ഒരു ഗ്രീൻ കളറുള്ള ഒരു APK കയറും. നമ്മൾ വിചാരിക്കും ഫേസ്ബുക്കാണ്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാൻ ഓപ്ഷൻ കാണത്തില്ല. ഇനിയിപ്പോൾ ഓപ്പൺ ഉണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വരത്തൂല. അതും ഹാക്കിംഗ് APK ആണ്. അത് ഇൻസ്റ്റാൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഹാക്കറിന് വേണ്ട ആ ഒരു ബെയ്റ്റിനെ കിട്ടി. അതായത് നമ്മൾ എലിയൊക്കെ പിടിക്കുന്ന പറയത്തില്ലേ, ബെയ്റ്റ്. അപ്പോൾ ബെയ്റ്റിനെ കിട്ടിയതിന് ശേഷം ഓഫ് കോഴ്സ് ഹാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കണ്ട സൈറ്റിൽ കയറി APK ഡൗൺലോഡ് ചെയ്തിരിക്കുക. ഇനി ലെജൻസ്, എനിക്കറിയാം ലെജൻസ് ഉണ്ടെന്ന്. ലെജൻസ് സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ മതി. ലെജൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാര്യമായിട്ടൊക്കെ സെക്യൂരിറ്റി മീൻസ് പറഞ്ഞ പോലെ സെക്യൂരിറ്റി നിങ്ങൾ കാര്യമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡൗൺലോഡ് ബട്ടൺ കിട്ടും. മനസ്സിലായോ? കുറേ ശ്രമിക്കാത്തതായി ഒന്നുമില്ല. ശ്രമിച്ചാൽ ഡൗൺലോഡ് ബട്ടൺ കിട്ടും. 1500 ഡൗൺലോഡ് ബട്ടൺ കാണും ഒരു വെബ്സൈറ്റിൽ. അതിനകത്ത് ഒരെണ്ണമാണ് സത്യം. ആ ഒരെണ്ണത്തിൽ കുറേ ലെജൻസിന് എത്താൻ പറ്റും. ഞാൻ വളരെ കുറേ നാളുടെ എക്സ്പീരിയൻസിന് ശേഷമാണ് കറക്റ്റ് ഡൗൺലോഡ് ബട്ടൺ എത്തില്ല. അത്ര നാൾ ഞാനും ഫെയിൽഡ് ആയിട്ടുണ്ട്. കീപ് ട്രൈങ്, ഫെയിൽ അഗെയിൻ, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂ പരിഹരിച്ചായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡ്സ് നോക്കുക. OT അപ്ഡേറ്റ്സ് ചെയ്യുക, പിന്നെ കണ്ട സൈറ്റിലൊന്നും കയറാതിരിക്കുക. വേറൊന്നും ചെയ്യണമെന്നില്ല. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വേറെ നമുക്ക് ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. പിന്നെ അതെ, മെയിനായിട്ട് കണ്ട ആപ്ലിക്കേഷൻ കയറ്റായിരിക്കും. പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ പെർമിഷൻസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഫോണിലുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഫ്ലാഷ് ലൈറ്റിന് വരെ കണ്ട പെർമിഷൻസ് ഒക്കെ ഉള്ള ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഡിസേബിൾ ചെയ്യും. ഇതൊക്കെ ചെയ്യാനുള്ളൂ. കൂടുതലായിട്ട് ഇതിനകത്ത് ഡയലോഗ് ഒന്നുമില്ല. അപ്പോൾ ഈ പ്രൈവസി ഈ പറഞ്ഞ സാധനത്തിനെ പറ്റി ഞാൻ പറയാനുള്ളൂ. പിന്നെ പ്രൈവസി ഈസ് എ മിത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ഏതോ പണ്ഡിതനൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്. അത് ഞാനും ചെറുതായിട്ടൊക്കെ യോജിക്കുന്നത്. കാരണം ഈസ് ദർ പ്രൈവസി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും